എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ക്യാരവനിലോട്ട് കയറി. അതെ, ഏതൊക്കെയായാലും നമ്മുടെ വണ്ടി ഇവിടെ വെറുതെ കിടക്കുക. ഏതൊക്കെയാലും ട്രിപ്പും പോയില്ല നമ്മളൊന്നും. നമ്മുടെ ക്യാമറമാന് വയ്യായിരുന്നോണ്ടേ. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിംഗ് ഇവിടെ ആക്കാം അല്ലേ. അപ്പോൾ പുത്തേഡ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളർഫുൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ട്രിപ്പ് ഞാൻ ക്യാമറമാന് പുട്ടുണ്ടാക്കി കൊടുത്തില്ല. അന്ന് അതിൻ്റെ കേട് തീർത്തിപ്പോൾ പുട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് പൊട്ട് മാത്രം ഇനി പൊട്ട് ചോദിക്കരുത്. പ്രേക്ഷകർ ഒരുപാട് പറഞ്ഞ ക്യാമറമാന് പുട്ടുണ്ടാക്കി കൊടുത്തില്ലെന്ന്. അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു? അതൊക്കെ പറഞ്ഞായിരുന്നു. എന്നാലും ആദ്യം എല്ലാരും പറഞ്ഞില്ലേ, കുറ്റം പറഞ്ഞില്ലേ? അല്ല, ഇന്ന് നല്ല ഹെൽത്തിയും ടേസ്റ്റി ഒക്കെ ആയിട്ടുള്ള അടിപൊളി പുട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ആയിക്കോട്ടെ, നടക്കട്ടെ. എന്നാൽ തുടങ്ങിയേക്കാം. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും വെച്ച് പച്ച കളറുള്ള പുട്ട്, ക്യാരറ്റ് വെച്ച് ഓറഞ്ച് കളറുള്ള പുട്ട്, ബീട്രൂട്ട് വെച്ച് ബീട്രൂട്ട് പുട്ട്, ശംഖുപുഷ്പത്തിൻ്റെ പൂവും കൊണ്ട് നമ്മൾ വയലറ്റ് കളർ പുട്ടുണ്ടാക്കും. അതെ, ഒരു അരക്കുറ്റി ബീട്രൂട്ടിൻ്റെ പുട്ടിങ്ങ പോരട്ടെ. ആദ്യം ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കണോ? ഞങ്ങളെ ആദ്യം ഒന്ന് ശംഖുപുഷ്പത്തിന്റെ പൂ ഒന്ന് വെള്ളം ഇട്ട് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കാം. എന്നിട്ട് ആദ്യം ബീട്രൂട്ട് പുട്ടിന് തന്നേക്കാം. അങ്ങനെ വന്നാൽ മതി ആദ്യമേ. അപ്പോൾ അതെ, ഗ്യാസൊക്കെ ഓണാക്കി. അപ്പോൾ അതെ, നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവും പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിരുന്ന് തിളക്കട്ടെ. ആദ്യം നമുക്കേ ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതെ, ആദ്യത്തെ അവിടെ നിന്ന് തിളയ്ക്കാൻ തുടങ്ങിയത് കണ്ടോ. ഇത് രണ്ടാമത്തെയാ. അപ്പോൾ അടുത്ത ഇത് 2, ഇത് 3, ഞാൻ 4ാമത്തെ എടുക്കാം. അപ്പോൾ അതെ, ഇലയെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ 4 പുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇനി വേണോ? ഇനിയുണ്ട്. വേണ്ട. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തലേ നിന്നെ ഓർമ്മ വരും. അപ്പോൾ അതെ, നമ്മുടെ ശംഖുപുഷ്പമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ചത് നല്ല നീല കളറായി ഇപ്പം തന്നെ. ശംഖുപുഷ്പം വളരെ ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. അപ്പം ഇത് സ്കിന്നിന് നല്ലതാണ്, പിന്നെ കൊളസ്ട്രോളിന് നല്ലതാണ്. അങ്ങനെ പല പല ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നും വൈകുന്നേരം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് 5-6 പൂവൊക്കെ ഇട്ട് വെച്ചിട്ട് രാവിലെ വെള്ളം കുടിക്കണം. നല്ല, ഞാൻ വല്ലപ്പോഴും ഒക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പം നമുക്ക് മെസ്സിക്കകത്തോട്ട് ഓരോന്നോരോന്ന് അടിച്ച് ആദ്യം ബീട്രൂട്ട് അല്ലേ. എന്നാൽ പിന്നെ കഴിഞ്ഞല്ലോ അല്ലേ, ചിരണ്ടി കഴിഞ്ഞല്ലോ. എന്നാൽ പിന്നെ ഇതിനകത്തോട്ടിട്ടോ. ബീട്രൂട്ടിൻ്റെ കളറിന് നല്ല കളറല്ലേ, അടിപൊളി കളറാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കുറച്ച് പുട്ട് വിരോധികളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഉണക്കപ്പുട്ട് കഴിക്കുന്നില്ല. ഉണക്കപ്പുട്ടല്ല ഇത്, എന്താണ് നല്ല ഹെൽത്തി പുട്ടല്ലേ. ഞങ്ങൾ കുറച്ച് അഫ്ഗാനി ചിക്കൻ വിത്ത് അമ്മയുടെ ഉണക്ക ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇത് പുട്ടേ ഉള്ളൂ. എന്ന് കടയിൽ നിന്ന് എന്തെങ്കിലും ചപ്പാത്തി മേടിക്കും, എവിടുന്നേലും. ഇന്നൊരു കടയിൽ ഒന്നുമില്ല, ഇന്ന് എല്ലാരും പുട്ടു ചിക്കൻ മാത്രം നിന്നോളാം. അതെ, ബീട്രൂട്ട് അരച്ചെടുത്തു, ക്യാരറ്റ് അരച്ചെടുത്തു, ഇലയെല്ലാം കൂടെ അരച്ചെടുത്തു. അപ്പോൾ ശംഖുപുഷ്പം നമുക്ക് അരിച്ചെടുക്കാം. ഇതരക്കണ്ടല്ലോ, അടിപൊളി കളറാന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ പുട്ട് കഴിക്കാനുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് കുഞ്ഞിക്കിളി എത്തിയിട്ടുണ്ട്, കുഞ്ഞിക്കണ്ണൻ അവിടെ നിൽക്കുന്നു. നിനക്ക് ഏത് പുട്ടാണ് വേണ്ടത്, ഏതാ ഇഷ്ടം? ഇതൊക്കെ എന്തുവാന്നോ കണ്ടില്ല, ഏത് കളറാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നീല, പച്ച, മഞ്ഞ? പച്ച കൊള്ളാം അല്ലേ. അപ്പോൾ അവന് പച്ച മതി കേട്ടോ. ഇത് ബീട്രൂട്ട്, ക്യാരറ്റ് അതോ അതെന്താന്ന് മനസ്സിലായോ? അത് ശംഖുപുഷ്പം. അപ്പോഴേ നമുക്ക് ആദ്യം ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കാം. പൊടി എടുത്തോ. അപ്പോഴേ പുട്ട് കൊടുത്തി വെള്ളമൊക്കെ എടുത്ത് ആദ്യം ഇത് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ വെള്ളം ചൂടാകുമ്പോഴത്തേനും നമുക്ക് പൊടി നനയ്ക്കാം. പൊടിയിടൂ. ഇത് മതിയില്ലേ? അത് മതി, ഒരു പുട്ടിനുള്ളത് മതിയല്ലോ. മതി. ഓരോ പുട്ട് മതിയില്ലേ, എല്ലാവരും അരക്കുറ്റി പുട്ട് വെച്ച് കഴിക്കത്തുള്ളൂ. അപ്പം പൊടി ഇട്ടു, ഇനി ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ അതെ, ബീട്രൂട്ട് അരച്ചെടുത്ത് നമുക്ക് ഒഴിക്കാം. ഇത് അരിക്കേണ്ട കാര്യമൊന്നുമില്ല, അരിച്ചാലും കുഴപ്പമില്ല, അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അരിക്കാതെ എടുക്കാം. അപ്പോൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ അകത്ത് നിന്നോളും. മതി. അപ്പം ബീട്രൂട്ട് അരച്ചതൊക്കെ നമ്മൾ ഇട്ട് ഇളക്കി വെച്ചു. അപ്പം ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, കുതിരട്ടെ നല്ലപോലെ. പുട്ട് ഉണ്ടാക്കാം. അതെ, അടുത്ത് ക്യാരറ്റ് പുട്ട്. അപ്പം അതിനുള്ള പൊടി നനയ്ക്കാം. പകുതി ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കി ഒഴിച്ചാൽ മതി. ഓക്കെ.
കുഞ്ഞിക്കിളിയുടെ ഒരു ആഗ്രഹമല്ലേ. ഇവിടെ ബഹളമാണ് പുട്ടുണ്ടാക്കാൻ ആൾക്കാരുടെ. കുറച്ചുകൂടെ ശക്കലോടെ. ആ ഓക്കെ. ഉപ്പിട്ടില്ല. ഉപ്പ് ഞാൻ ഇട്ടോളാം. ഒഴിച്ചോ ഒഴിച്ചോ. ആഹാ ഒഴിച്ചോ ഒഴിച്ചോ. എല്ലാം കൂടി മിക്സ് ചെയ്തല്ലേ. മഴവിൽ കളർ ഒരു പുട്ടാക്കിയാലോ ലാസ്റ്റ്. ഐസ്ക്രീമും കൂടി ഇടും പുട്ടിനകത്തോ? പുട്ട് ഐസ്ക്രീം. ആ ഇനിയിപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം. ആ മതി മതി. ഇതെന്താണ് വെള്ളോ? അതൊക്കെ സെറ്റ് ആയിക്കോളും. അതെ കുറച്ച് നേരം ഇരിക്കണം, ഈ പുട്ടുപൊടി പൊലിക്കും. അപ്പോൾ അതേ പുട്ടുണ്ടാക്കാനുള്ള പൊടിയെല്ലാം നമ്മൾ നനച്ച് വെച്ചു. ഉണ്ടോ 4 കളറ്. അപ്പോഴേ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങായും കൂടി ഇടാം. ഇത്ര മതിയോ? കുറച്ചുകൂടി ഇട്ടോ. കുറച്ച് ഇതിനകത്തോട്ട് ഇട്ടോ, ശംഖുപുഷ്പത്തിനകത്തോട്ടൂടെ ഇത്തിരി ഇവിടെ. അപ്പോൾ അതേ പൊടിയെല്ലാം നനച്ച് കഴിഞ്ഞ് നമുക്കിനി ഓരോ പുട്ട് ചുട്ടെടുക്കാം. ആദ്യം ബീറ്റ്റൂട്ട് ആയിക്കോട്ടെ. അതെ അതെ, അച്ഛമ്മയുടെ ഇഷ്ടത്തിനല്ലേ. ആ അതെ പുട്ടുകുറ്റിയൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പകുതിക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടാം അല്ലേ. ആ ചേച്ചി രാവിലെയും പുട്ട് തിന്നേണ്ടി വരുമോ? കുറച്ച് കൂടി പോയില്ലേ എന്നൊരു സംശയം. അത് പോയൊന്നും ഇല്ല, പൊടി ഇത്രയും പേരില്ലേ. അതെ ആവിയൊക്കെ വന്ന് നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. എടുത്താലോ? ആ ചൂട് ചൂട് ചൂട്. നാലെണ്ണം വെക്കണ്ടേ? ഇങ്ങനെ പിടിച്ചോ. ചരിച്ചു പിടിക്കാം. 4 അല്ല, മിക്കവാറും 5 കാണും കേട്ടോ. അച്ഛമ്മയുടെ പുട്ട് റെഡി. ആ അപ്പം അടുത്ത നമുക്ക് പച്ചപ്പുട്ടുണ്ടാക്കാം അല്ലേ. അതെ സൂര്യ പറഞ്ഞ പോലെ മിക്കവാറും നാളെ രാവിലത്തേനോടുള്ള പുട്ട് കാണുമെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞിക്കണ്ണുള്ള പുട്ടാ കേട്ടോടാ. ഞാൻ കാര്യത്തില്ല. ഓ രണ്ടാമത് നീ ആദ്യം പച്ചക്കളർ പറഞ്ഞല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഓരോ പുട്ടിങ്ങനെ ഉണ്ടാക്കി വേഗം റെഡിയാക്കി വെക്കാം. എന്നിട്ട് വേഗം കഴിക്കണ്ടേ. അച്ഛമ്മയുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേണോ? ഇപ്പൊ വേണ്ട വേണ്ട, എല്ലാ പുട്ടും കൂടെ വേണ്ട, എല്ലാവർക്കും കൂടെ കഴിക്കാം. എല്ലാവർക്കും കൂടെ കഴിക്കാം. എന്നാൽ പിന്നെ വേഗം നമുക്ക് റെഡിയാക്കാം. ആ അതെ പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓഫീസ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പുട്ട് തിന്നാൻ വന്നതാ. അതെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു പുട്ട് റെഡിയായി. അടുത്ത ഇങ്ങനെ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏത് പുട്ട് വേണം? പല കളറാണോ? ഏത് കളറിലൊക്കെയാ ഉള്ളത്? ഏതാ ഇഷ്ടമുള്ള കളർ? ഏതാ ഇഷ്ടമുള്ള കളറോ? അങ്ങനെ ചോദിച്ചാൽ അതൊന്നും ഇതിലില്ല. അറിയത്തില്ല. അല്ല അതൊന്നും ഇതിലില്ല. ഇതിലൊന്നും ഇല്ലേ? അത് ഇതെന്താ വെറൈറ്റി പുട്ടുകളാണോ? വെറൈറ്റി എന്ന്. പെട്ടെന്ന് ആയിക്കോട്ടെ. അതെ പച്ചപ്പുട്ടും റെഡി. അതെ ഇത് എന്നൊക്കെ പുട്ടാ? കളർ കണ്ടിട്ടെന്ന് പറഞ്ഞേ. ഇതെന്നാ? ഞാൻ ഈ കളറുള്ള പുട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ പുട്ടൊന്നും കളറിലെ പുട്ട്. ഈ കളറും ഈ കളറും. അതേതാന്ന് പറഞ്ഞോ. ഇതെന്താ കളറ്? അത് സാധാരണ അരിപ്പുട്ടല്ലേ. കണ്ണിനെന്തോ കുഴപ്പമുണ്ട്. സൂര്യ കണ്ണാടി മേടിച്ചു കൊടുക്കണം കേട്ടോ. ഇതെന്താ കളറ്? ഇത് മറ്റേ ആന്റി നോക്കുന്ന പോലത്തെ അതെന്നായിരുന്നു അതിന് പറയുന്നത്? ക്യാരറ്റ് പുട്ട്. ക്യാരറ്റ് പുട്ടല്ല, പേര് ഞാൻ മറന്നുപോയി. എന്തോ കുഴപ്പമുണ്ട്. അത് ബീട്രൂട്ട്. ബീട്രൂട്ട് അല്ല ഉദ്ദേശിച്ചേ. ബീട്രൂട്ട് അല്ല ഉദ്ദേശിച്ചേ, വേറൊരു. ഓ ചേച്ചി ആ മറ്റേ പുട്ട്. റാഗിയാണോ? റാഗി പുട്ട് അല്ല അല്ലേ? ഏട്ടാ ഇത് റാഗിയാണോ? ഇതിന്റെ കളർ കണ്ടില്ലേ? കഴിച്ചിട്ട് പോകുന്ന എല്ലാ കളറും തെറ്റിപ്പോയി കേട്ടോ. മൊത്തം തെറ്റിപ്പോയി. പച്ച കണ്ടിട്ടുള്ള അരിപ്പൊടി അരിയുടെ കളറാണ്. അപ്പൊ ഇപ്പൊ ഈ നനച്ച് ഇതേതാന്നറിയോ? ഒരു പിടിയില്ല. തന്നെ പറഞ്ഞു. ഇത് ശംഖുപുഷ്പം. ഇത് പുതിന, മല്ലിയില, കറിവേപ്പില. ഇത് ബീട്രൂട്ട്. അതോ? ഇത് ഇതാ ഇപ്പൊ ശംഖുപുഷ്പം. അതാ ഇലയെല്ലാം കൂടെ അരച്ചത്. അത് ബീട്രൂട്ട്. ഇതിന് ക്യാരറ്റും കൂടെ ഉണ്ട് ഉണ്ടാക്കാൻ. പുട്ട് റെഡിയായെന്നറിയാൻ വന്നാണോ? കുറെ നേരമായി വിശക്കാൻ തുടങ്ങി.
കഴിക്കേണ്ട പറ്റും. അച്ഛമ്മ പറഞ്ഞു എല്ലാ പുട്ടും ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഓരോന്നോരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പുളിയൊക്കെ കഴിക്കാനുണ്ട്. എന്നാ ആദ്യമേ തരായിരുന്നില്ലേ? ഏത് വേണം? ഏതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതെ, ശംഖുപുഷ്പത്തിൻ്റെ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ പുട്ടുണ്ടാക്കാം. അപ്പോൾ ക്യാരറ്റ് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ, ഇതിപ്പോൾ നമ്മൾ മൊത്തം അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ചിലപ്പം ചുമ്മാ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പൊടിക്കകത്തോട്ടിടും, എന്നിട്ടും ഉണ്ടാക്കാം. അത് നല്ലതാണ്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്യാരറ്റിൻ്റെ പുട്ടുപൊടിയൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ നോക്കിയിട്ടല്ലേ, ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് അതിന് തോന്നുന്നില്ല. ചക്കയുടെ പുട്ടുപൊടി എന്നാണ് ഞാൻ മേടിച്ചോട്ടുണ്ടാക്കിയിട്ടേ, ചക്കയുടെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ അതേ ക്യാരറ്റ് പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മഴവിൽ കളർ ഒരു പുട്ടുകൂടെ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതെ, നമ്മുടെ ഹെൽത്തി കളർഫുൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പോൾ പുട്ട്, പയറേറി, ഏത്തപ്പഴം ഉണ്ട്, ചെറുപഴം ഉണ്ട്. നീ എല്ലാം വേണേ കുറേശ്ശെ കിട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാമല്ലോ. അതെ. ചേട്ടായിക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെ? കളറോ? കളറ് എനിക്കിത് ഇഷ്ടപ്പെട്ടെ. ക്യാരറ്റ്. ശകലം ബീട്രൂട്ട് ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണോ? എല്ലാത്തിനും ഒരു ടേസ്റ്റ് അല്ലേ? നല്ലപോലെ ടേസ്റ്റ് നോക്കാൻ അറിയാലോ. അല്ലേ? മിക്സ് ചെയ്ത് കഴിച്ചിട്ടാണ്. അവനും അത് തന്നെ തോന്നിയത്. അതെല്ലാം കൂടെ ഇളക്കിയിട്ടല്ലേ കഴിക്കുന്നേ. എങ്ങനെയുണ്ട് കുഞ്ഞിക്കിളി? നല്ലല്ലേ? ആ, അതാണ് കുഞ്ഞിക്കിളിക്ക് അല്ലേ പുട്ട് ഇഷ്ടമില്ലാത്ത. നല്ല കൂട്ടാ. ക്യാരറ്റ് പുട്ട് കൊള്ളാം കേട്ടോ, അടിപൊളിയാ. ആണോ? ക്യാരറ്റ് പുട്ട് മാത്രമേ കൊള്ളത്തുള്ളൂ അല്ലേ? ശരി. ക്യാരറ്റും ബീട്രൂട്ടും കൊള്ളാം. ആ, അതാ ഇഷ്ടപ്പെട്ടത്. എല്ലാ പെട്ടും അടിപൊളിയാ. ആ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതല്ല, ഇച്ചിരി ശംഖുപുഷ്പമുണ്ട്. പുട്ടൊന്നേ വേണ്ടാതെ കുഞ്ഞിക്കിളി ദാമിക്കുട്ടിയാ. വിശക്കുമ്പോഴേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളതാ. എല്ലാ കളറും. അപ്പോൾ അതെ, പുട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുട്ടും പാത്രം അതേ കാലിയായി. അപ്പോൾ അതേ, പുട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. നീ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് അല്ലേ, പിന്നെ നമുക്ക് വീട്ടിലോട്ട് കയറാം. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട്. വീട്ടിലെ അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കിടക്കാം. ഇനി അവിടുത്തെ അടുക്കള ക്ലീൻ ചെയ്യാൻ ഞങ്ങൾക്ക് കിടക്കുന്നുള്ളൂ. കാര്യം വലിയ പരിപാടിയൊന്നും ഇല്ലല്ലേ? ഇല്ല. വൈകിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് ഇനി മാറ്റണം. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.